പിടിച്ചതിനെക്കാട്ടമ്പലത്തെ ആളെന്ന് പറഞ്ഞ പോലെ കുഞ്ഞേട്ടൻ വന്നതിന് എങ്ങനെയെങ്കിലും ഒഴിവാക്കിയിട്ട് വേണം മനസ്സന്മാരുടെ രണ്ടെണ്ണം അടിക്കാൻ. ഇങ്ങനൊരു പറ്റിയല്ലോ. ഇതിലും വലുത് ഏതാണ്ട വരായിരുന്ന മോനെ. ഇതിലും വലുത് എന്ത് വരാൻ? അവള് പിടിക്കണവളെ. അവിടെ കിടന്നോളാം. കുടുംബം കലക്കി വക്കീലാണല്ലോ. ഇവിടെ ആരുടെ കുടുംബം കലക്കാനുള്ള വരവാണാവോ? എന്താടോ ഗേറ്റിന്റെ അടുത്ത് കണ്ടില്ലല്ലോ? അത് പിന്നെ ഹർത്താലില്ലയോ മാഡം? ആ കൂടി വരാനുള്ളത് പാൽക്കാരനും പത്രക്കാരനും. പത്രക്കാരൻ രാവിലെ ഒന്നിച്ചു പോയി. വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോ ഞാൻ വിചാരിച്ചത് പാൽക്കാരനായിരിക്കും. തനിക്ക് ഈ കോട്ട് കണ്ടിട്ട് ഞാൻ പാൽക്കാരനാണെന്ന് തോന്നിയോ? ഓ, എന്നാ ഇട്ടാലെന്നാ? കോർട്ടില് പുലിയല്ലയോ? എന്നാന്നറിയാം മാഡം, ഇപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് ഏതാ ഒറിജിനൽ ഏതാന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത കാലമാ. അതുകൊണ്ട് ഇവിടെ വരുന്നവരെയൊക്കെ നന്നായിട്ട് തപ്പി ടെസ്റ്റ് ചെയ്തിട്ട് മുകളിലേക്ക് വിടാവുള്ളെന്ന് അസോസിയേഷൻ ഒരു പ്രത്യേക തീരുമാനമുണ്ട്. അതുകൊണ്ടാ. എന്നാ വാടോ വന്ന് തപ്പി നോക്ക്. ഇല്ല മേഡം, എത്ര നിർബന്ധിച്ചാലും ഞാൻ മേഡം തപ്പത്തില്ല. എനിക്ക് മേഡത്തെ വിശ്വാസം. ഏതായാലും ഞാൻ പോയിട്ട് വന്നിട്ട് തനിക്കൊരു പണി തരുന്നുണ്ട്. കർത്താവേ, കുരിശായോ? ഇപ്പൊ താനെന്താ വിളിച്ചത്? ഞാൻ കർത്താവിനെ വിളിച്ചാ മാഡം. അല്ല, നീ എന്നെ കുരിശെന്നാ വിളിച്ചത്. നീ ഒരുങ്ങിയിരുന്നു, ഞാൻ ഇപ്പൊ വരുന്നുണ്ട്. കാണിച്ചു തരാം. പണി തരുമ്പോ എന്തായാലും ഈ സെക്യൂരിറ്റി പണി ഒന്ന് ഒഴിവാക്കി തരണേ. ചുമ്മാതല്ലേ ഇവരെ കുടുംബം കലക്കി വക്കീലെന്ന് വിളിക്കുന്നത്. ആരാ? ഐ എം അഡ്വക്കേറ്റ് ബാല. ധാരാളം കണ്ടിട്ടുണ്ട്. സന്ധ്യക്ക് ചാനലിരുന്ന് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി വാദിക്കുന്ന അഡ്വക്കേറ്റ് ബാലയല്ലേ? എന്താ സ്ത്രീ എന്ന് പറയുമ്പോ തനിക്കൊരു പുച്ഛം? ഒരു പുച്ഛമില്ല, ആദരവ് മാത്രം. വലിയ അത് താൻ പറയുന്നത് കേട്ടപ്പോ എനിക്ക് തോന്നി. ബാല, ഇത് ജോയിന്റ് പെറ്റീഷൻ കൊടുത്ത് ഡിവോഴ്സ് വാങ്ങുകയല്ല വേണ്ടത്. സിംഗിൾ പെറ്റീഷൻ മൂവ് ചെയ്യണം. കോടതി കയറാതെ തന്നെ ഒരുപാട് പ്രാവശ്യം മൂവ് ചെയ്തതാ. വേണ്ട. എന്തിനാ ബാല നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നേ? ഇങ്ങനെ പറഞ്ഞ പിന്നെ എങ്ങനെ മിണ്ടാതിരിക്കും? മിണ്ടണം, പക്ഷെ എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിട്ട് വേണം മിണ്ടാൻ. അത് നിങ്ങളുടെ ഭാര്യ കുറെ അറിഞ്ഞതല്ലേ? അതുകൊണ്ടാണല്ലോ ഒരു കെൽപ്പും ഇല്ലാത്ത നിങ്ങളെ ഇട്ടേച്ച് ഡിവോഴ്സും വാങ്ങി പോകുന്നത്. എനിക്ക് കെൽപ്പില്ല എന്ന് മാത്രം അവള് പറയത്തില്ല അല്ലേടി. പിന്നെ എന്റെ ഒറ്റ കെൽപ്പ് മാത്രം പോരാൻ തോന്നി തുടങ്ങിയപ്പോ കൂട്ടക്കൽപ്പിനായിട്ട് ഡൈവേഴ്സ് വാങ്ങിച്ചു പോവാ. നീ എന്താ മഞ്ജു, ഇയാൾ ഇത്രയും പറഞ്ഞിട്ട് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നേ? അതാണ് യഥാർത്ഥ ഭാര്യ. ഭർത്താവ് സംസാരിക്കുന്നിടത്ത് വലിഞ്ഞേറി ഒന്നും പറയത്തില്ല. അരവിന്ദ് മതി, ഷീ ഈസ് മൈ ഗസ്റ്റ്. നിർത്തി, കംപ്ലീറ്റ് നിർത്തി. ഈ പരസ്പര സഹകരണത്തിലാണല്ലോ ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ പുഷ്കലത ഇരിക്കുന്നത്. പേപ്പർ റെഡിയെങ്കിൽ തന്നേക്ക്, ഞാൻ ഒപ്പിട്ടേക്കാം. ഞാനായിട്ട് ആരുടെയും ഭാവിയും ഭർത്താവാനൊന്നും കളഞ്ഞു എന്നുള്ള പരാതി വേണ്ട. നീയെങ്കിലും പോയി നന്നാവ്. 5 വർഷം മുമ്പ് രജിസ്റ്റർ ഓഫീസിൽ നമ്മൾ രണ്ടുപേരും ഒപ്പുവയ്ക്കാൻ നിന്നതാ. ഇപ്പൊ ഓർമ്മ വരുന്നു. അഡ്വക്കേറ്റ് ബാല, നിങ്ങൾ നിങ്ങളുടെ ജോലി വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു. ജോയിന്റ് പെറ്റീഷൻ ആകുമ്പം നിങ്ങൾക്ക് ഫീസ് ഞാനും കൂടെ തരണം. ഇതിന് ഞാൻ ഫീസ് മേടിക്കുന്നില്ല. അത് വേണ്ട, ഫ്രീ ആയിട്ടൊരു ഡൈവേഴ്സ് മേടിച്ചു തന്നാ പിന്നെ ജീവിതകാലം മുഴുവൻ അതൊരു കടപ്പാടായിരിക്കും. ഫീസ് എത്രയെന്ന് വെച്ചാൽ പറ, ഞാൻ തന്നേക്കാം. ഇയാൾക്ക് ഞാനൊരു പണി കൊടുക്കുന്നുണ്ട്. സ്ത്രീകളെ ഇവനൊന്നും ഒരു വിലയില്ല. നീണ്ട 5 വർഷത്തെ ദാമ്പത്യ ബന്ധം നമ്മളിന്ന് അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടേതായ വഴികൾ. ഓൾ ദി ബെസ്റ്റ്. ഒന്ന് നിന്നേ. ഈ സെക്ഷൻ 354 IPC എന്താണെന്ന് തനിക്കറിയോ? സ്ത്രീത്വത്തെ അപമാനിക്കൽ. അതിനുള്ള ശിക്ഷ എന്താണെന്ന് അറിയോ? 5 വർഷം വരെ ജാമ്യം പോലും കിട്ടാതെ ജയിലിനകത്ത് കിടക്കും. നിന്നെയൊക്കെ ഞാൻ കിടത്തും. തനിക്ക് സ്ത്രീകളെ ഒന്നും ഒരു വിലയില്ല അല്ലേ? എന്തായാലും താൻ ഒറ്റയ്ക്ക് കിടക്കേണ്ടി വരത്തില്ല. മോളിൽ ഒരുത്തനുണ്ടല്ലോ. അരവിന്ദൻ. എന്റെ കർത്താവേ, ജയിലോ? കർത്താവല്ല, മഞ്ജുവിന്റെ ഭർത്താവ്. രണ്ടുപേരും റെഡിയായിട്ടിരുന്നോ,
കാണിച്ചു തരാൻ രണ്ടിനെ ഞാൻ. ഇവിടെ പുരുഷന്മാരെ ഏത് പെണ്ണുങ്ങൾക്ക് എടുത്ത് തട്ടിക്കളിക്കാവല്ലോ. അത് ചോദിക്കാനും പറയാനും മാത്രം ആരുമില്ല. അപ്പാവി എങ്ങനെയുണ്ട്? സിറ്റുവേഷൻ ഒക്കെ ക്ലിയർ ആയി അവിടെ? വെരി ബാഡ് സാർ. എന്ന് വെച്ചാ അത് തന്നെ. ഇപ്പൊ സാറിനെ കൈ കിട്ടിയാലേ അവരെല്ലാരും കൂടെ കൂടി പൊങ്കാല ഇടും. നിന്റെ വർത്താനം കേട്ടാലും ഞാനത് ടാങ്കർ സുണ്ണ തല്ലിയെന്ന് തോന്നൂല. അയ്യോ, എന്റെ വർത്തമാനം അല്ല സാറേ. ഇവിടെ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിട്ടും അതിലൊന്നും ഇടപെടാതെ അസോസിയേഷൻ സെക്രട്ടറി മുങ്ങി നടക്കുകയാണെന്നാ അവരുടെ പരാതി. എന്തായാലും പ്രശ്നങ്ങളൊന്ന് തണുത്തിട്ട് സാർ ഇങ്ങോട്ട് വന്നാ മതി. തണുത്തില്ലെങ്കിലോ? എന്നാ വേറെ വീട് നോക്കുന്നതാ നല്ലത്. അപ്പൊ അതാ നല്ലതല്ലേ? ആ, അപ്പൊ വീട് മാത്രമല്ല, ഒരു പെണ്ണിനെ കൂടി കെട്ടാൻ കിട്ടുമെന്ന് നോക്കാം. അത് കൊള്ളാം. എന്നാ പിന്നെ സ്വന്തമായിട്ട് വീടുള്ളവരെ നോക്ക് സാറേ. അതാവും പിന്നെ പെരുവഴി കിടക്കണ്ടല്ലോ. ഇന്ന് വൈകുന്നേരം വരെ ഇവരുടെ കൂടെ കൂടാ. ഇൻക്വിലാബ് സിന്ദാബാദ്. അയ്യോ എന്റെ കർത്താവേ, അയ്യോ. മോളെ സമയം എത്രയായി? മോളിലേക്ക് എടുക്കേണ്ട സമയമൊന്നും ആയിട്ടില്ല. നിന്റെ കാര്യമാണോ എന്റെ കാര്യമാണോ ഉദ്ദേശിച്ചത്? ഒന്ന് നിർത്തുന്നുണ്ടോ? എന്താ ലാലി ഇത്? പ്രായമായവരോട് ഇങ്ങനെയാ സംസാരിക്കുന്നത്? പ്രായം എന്നിട്ട് കയ്യിരിപ്പ് അങ്ങനെ ഒന്നും അല്ലല്ലോ. നമ്മൾ വിളിച്ചിട്ടല്ലേ അപ്പച്ചൻ താല്പര്യമില്ലാഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നത്? അതെ മോനെ. ഓ, എന്തായിരുന്നു ഓഫർ? മെട്രോയിൽ കയറ്റാം, ബോട്ടിൽ കയറ്റാം, ഹിൽ പാലസിൽ കൊണ്ടുപോവാം, ലുലു കാണിക്കാം. ഇവിടെയൊന്നും കൊണ്ടുപോയില്ലെന്ന് മാത്രമല്ല, ഒരവശത വന്നപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടലോട് തട്ടല്. അയ്യോ, തോപ്രാംകുടിയിൽ മാന്യമായിട്ടേ തോട്ടിലും തൊടിയിലൊക്കെ ഓടിച്ചാടി നടന്നവനാ. ആ എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തേണ്ട വല്ല കാര്യമുണ്ടോടാ? ഞങ്ങളുടെ നാട്ടിൽ ഒരാൾക്കൊരു ദീനം വന്നാലേ ഓടി നടക്കാനും ആസ്പത്രി കൊണ്ടുപോകാനും ഒരു 100 പേരാ. ഇതിപ്പോ സ്വന്തം മക്കള് പോലും ഇല്ല. പട്ടണത്തിലെ ആൾക്കാരൊക്കെ ഇങ്ങനെയാണെന്ന് കേട്ടിട്ടുണ്ട്. ഓ, എന്നാ സ്വന്തം അപ്പനോട് തന്നെ ഇങ്ങനെ കാണിക്കരുത് മക്കളെ, കാണിക്കരുത്. കേട്ടില്ലേ? ശപിക്കണതാ. വല്ലോടത്തും കിടന്നെ വിളിച്ചോണ്ടിട്ട് ഇങ്ങനെ കേൾപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടാ? എന്നാലും എന്റെ മോനെ, നീ അവിടെ വാക്ക് കേട്ട് ഇങ്ങനെ തുള്ളിയല്ലോ. വണ്ടി ഓടി തുടങ്ങാറാവുമ്പോ പറയണം, എങ്ങനെയും ഈ അപ്പച്ചന് നാട് പിടിച്ചാ മതി. അവിടെ കിടന്ന് ചത്താലും കുഴപ്പമില്ല. അയ്യോ, ഇങ്ങനെ ഉറക്ക വിളിച്ച അപ്പൂപ്പനെ ഞെട്ടിക്കല്ലേ മോളെ. ഞെട്ടാനുള്ള അപ്പൂപ്പന്റെ ആരോഗ്യമെല്ലാം ചോർന്നു പോയി. ആ, മോടെ വാട്ടർ ബോട്ടിൽ വെള്ളം വല്ലതും ബാക്കിയിരിപ്പുണ്ടോ? ബാക്കിയുണ്ടായിരുന്ന വെള്ളം കുറച്ചു മുമ്പ് ഞാൻ കുടിച്ചതേ ഉള്ളൂ. നന്നായി. അപ്പൂപ്പന്റെ അസുഖം മാറിയോ? ആര് പറഞ്ഞു അപ്പൂപ്പന് അസുഖമാണെന്ന്? മമ്മി പറഞ്ഞു. മോടെ മമ്മിക്കാണോ അതോ എന്റെ മോനാണോ അതോ ഈ അപ്പൂപ്പനാണോ അസുഖം പിടിപെട്ടിരിക്കുന്നെന്നുള്ള ആശയക്കുഴപ്പത്തിലാണ് ഞാനിപ്പം. ഒരു കാര്യം മനസ്സിലായി. പ്രായമായി കഴിഞ്ഞാൽ അവനവന്റെ വീട്ടിൽ അവിടെ എവിടെയെങ്കിലും ഒതുങ്ങി കൂടുന്നതാണ് ആരോഗ്യത്തിന് നല്ലത്. ഓ, തുടങ്ങി പ്രഭാഷണം. നിനക്ക് പഠിക്കാനൊന്നുമില്ലടി? ഞാൻ പഠിച്ചു കഴിഞ്ഞു മമ്മി. കണ്ടോ കണ്ടോ, തറുതല പറയുന്ന കേട്ടോ. എങ്ങനെ പറയാതിരിക്കും? ഇത് ഞാൻ വന്നേ പിന്നെ കൊച്ചിന്റെ വായിന്ന് വലിയ വർത്താനം വരുന്നേ. വാടി ഇങ്ങോട്ട്. പട്ടിയായി ജനിക്കാം, പൂച്ചയായി ജനിക്കാം, കഴുതയായും ജനിക്കാം. പക്ഷെ മനുഷ്യനായിട്ട് ജനിച്ചാൽ പിഴച്ചു പോകാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എന്റെ കർത്താവേ. എയർപോർട്ട്. ഓ, ധൃതി വേണ്ട, പെണ്ണങ്ങ് പോകുന്നില്ല. നിങ്ങൾക്ക് വഴി തെറ്റി. എയർപോർട്ടിലേക്കുള്ള വഴി ഇതല്ല. നമ്മുടെ കണ്ടെയ്നർ റോഡ് വഴി കിഴക്കോട്ട് പോണം. വഴിയൊന്നും തെറ്റിയിട്ടില്ല ആശാനെ. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വന്നത്. എന്റെ കല്യാണ നിശ്ചയവാ. എന്റെ ഞാനേ അങ്ങ് അമേരിക്കയില. ഹർത്താലല്ലേ, അതാ ഇങ്ങനെ ഒരു ബോർഡ് വെച്ചത്. ഒരു വണ്ടി മരണം, ഒരു വണ്ടി എയർപോർട്ട്. ഇവിടെ എന്തൊക്കെ നടക്കുമോ എന്തോ. ചെല്ലു ചെല്ലു.